ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നത് ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ജലജ പറയാണ്, ഇവൾക്കെല്ലാം അറിയാം ഈ ബന്ധം നിലനിൽക്കരുത് എന്ന് കരുതി അവൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാ. അപ്പോൾ ജാനകി പറയാണ്, അവൾ അതിന് എത്ര ശ്രമിച്ചാലും നടക്കില്ല. അവളുടെ അമ്മായിയമ്മ പോലും മോളെയാ സ്വന്തം മരുമോളായിട്ട് കാണുന്നത്. പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. KPS വ്ലോഗ് എന്ന ഈ ചാനലും മീ എറ്റ് ടോക്ക് എന്ന് പറഞ്ഞ ചാനലും എൻ്റേതാണ്. രണ്ട് ചാനലും എൻ്റേതാണ്. ഞാൻ വീഡിയോ മാറി മാറി ഇട്ടിട്ടുണ്ടെങ്കിലും അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് KPS വ്ലോഗിൽ പോയാൽ കിട്ടും, മീ എറ്റ് ടോക്കിൽ പോയാലും കിട്ടും. രണ്ട് ചാനലും എൻ്റേതാണ്. രണ്ട് ചാനലും ഞാനിപ്പോൾ സീരിയലിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. അത് മോളും മനസ്സിൽ വെച്ചോ, എല്ലാവർക്കും മോളോടാണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ നിശ്ചയിക്കുകയാണ്, മിക്കവാറും വീട്ടിൽ തല്ലുണ്ടാവും. അനാമികയുടെ മനസ്സിലും അത് തന്നെയാണ് ഓടുന്നത്. ആദർശിനോട് ആദർശിൻ്റെ അച്ഛൻ പറയാണ്, അനാമിക മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അനിയോടൊപ്പം അവളെയും ജ്വല്ലറിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. ഇപ്പം തന്നെ വീടിനകത്ത് വടംവലി തുടങ്ങിയിട്ടുണ്ട്. ആദർശിനോട് പറയാണ്, ഇതിനകത്ത് കിടന്ന് നട്ടം തിരിയാൻ പോകുന്നത് നീയാ. നിനക്ക് അമ്മയ്ക്കൊപ്പം നിൽക്കണം, ഇപ്പോൾ ഭാര്യയ്ക്കൊപ്പം നിൽക്കണം. അനിയുടെ അച്ഛൻ പറയാണ്, അത് ശരിയാ, നേരത്തെ അമ്മയ്ക്കൊപ്പം നിന്നാൽ മതിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. എങ്ങനെ സ്നേഹിക്കാതിരിക്കുക ഇളയച്ചാ, അവളുടെ ഭാഗത്ത് ശരിയുണ്ട്. ആദർശ് പറയാ, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. എൻ്റെ ഭാര്യ സ്ട്രൈറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറേയായി. അപ്പോൾ സ്ട്രൈറ്റ് ഇല്ലാത്തത് അമ്മയല്ലേ? അപ്പോഴാണ് ദേവയാനിയും ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അച്ഛൻ പറയാണ്, ഇതേ സ്ട്രൈറ്റ് ഇല്ലാത്ത അമ്മ വരുന്നുണ്ട്. സ്ട്രൈറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ ഭാര്യയും ഇപ്പം കുറച്ച് വളർന്നിട്ടുണ്ട്. അനിയുടെ അച്ഛൻ പറയാം, പുതിയ ഒരു പെൺകുട്ടി വരുന്നതോടെ ആ വളവ് കൂടും എന്ന് വെച്ചാൽ വീടിനകത്ത് രണ്ട് ചേരി ഉണ്ടാകും എന്നർത്ഥം. എവിടെയാ നമ്മൾ ആണുങ്ങൾ നിന്ന് നട്ടം തിരിയാൻ പോകുന്നത്? അവളിവിടെ വന്നൊരു കള്ളം പറഞ്ഞു. നിങ്ങളിവിടുന്ന് പോയത് അവളുടെ അനിയത്തിയെ കാണാൻ ഹോസ്പിറ്റലിലേക്കാണെന്ന് ദേവയാനി ആദർശിനോട് പറയാണ്. അത് കള്ളമല്ല, സത്യ. ആയിക്കോട്ടെ, പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നീ ഇവിടെ നിൽക്കേണ്ടതല്ലേ? അവൾക്കെന്താ അവളുടെ അച്ഛനെ അമ്മയും വിളിച്ചുകൊണ്ട് പോയിക്കൂടായിരുന്നോ അവളുടെ അനിയത്തിയെ കാണാൻ? നീ എന്താ ദേവയാനി ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പം പിന്നെ അവൾ വിഷമിച്ച് പോകുമ്പം അവൾക്കൊപ്പം ഇവനല്ലേ പോകേണ്ടത്? ശരിയാ. അപ്പം ദേവയാനി, എന്ത് ശരി? പോകുന്നതിന് മുമ്പ് അവൾ എന്താ കാണിച്ചതെന്ന് എല്ലാവരും കണ്ടതല്ലേ? അവൾക്ക് തുടക്കം മുതലേ ഈ ബന്ധം ഇഷ്ടയില്ലായിരുന്നു. ആദർശ് പറയാണ്, അങ്ങനെ ഇഷ്ടയില്ലായിരുന്നെങ്കിൽ ഇന്ന് അനിയുടെ കല്യാണം നടക്കില്ലായിരുന്നു. അപ്പോൾ ദേവയാനി പറയാണ്, എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? അനാമിക മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ബന്ധം ഉറപ്പായിട്ട് നടന്നേനെ. അമ്മയോടും ഇളയമ്മയോടും തർക്കിക്കാൻ ഞാനില്ല. ആദർശ്. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, തർക്കിക്കാൻ നിനക്ക് പറ്റില്ല ആദർശേ. നീ ഇപ്പം ജലജ പറഞ്ഞതുപോലെ ഏട്ടത്തി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു മോനല്ല. വീടിനെ മുടിക്കാൻ അവിടെ കയറി വന്ന ഒരുത്തിക്കാ നീയൊക്കെ വാക്ക് കൊടുക്കുന്നത്. അതായത് നീയൊക്കെ ഇപ്പം വില കൽപ്പിക്കുന്നത്. അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ്, ഒന്ന് നിർത്ത്. ഏട്ടത്തിയുടെ ബാധ നിനക്കും കൂടിയോ? അപ്പോൾ ദേവയാനി പറയാണ്, അനന്തപുരി തറവാട്ടിലെ കുറേ ആണുങ്ങളുണ്ട്, പക്ഷേ ഒന്നിനും തലയിൽ വെളിവില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ അച്ഛനും വെളിവില്ല എന്നല്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ നയന എന്ന് പറയുന്നവൾ കയറി വന്നപ്പോൾ തന്നെ അച്ഛൻ്റെ കാര്യത്തിലും മാറ്റം വന്നു. അവളെ അനുകൂലിക്കുന്നത് കൊണ്ടാണ് അച്ഛന് പോലും ഈ അവസ്ഥയുണ്ടായത്. നീ അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ കുടുംബ ഭദ്രയ്ക്ക് നയന ഇവിടെ വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നയന മോളുടെ സ്നേഹത്തിൽ പെരുമാറുന്നത്. നാളത്തെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ എന്തും പറയാറുള്ളൂ, പ്രവർത്തിക്കാറുള്ളൂ. പുതിയൊരു പെങ്കൊച്ച് വീട്ടിനകത്ത് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ മൂത്ത മരുമകൾ എന്ന നിലയിൽ യുദ്ധത്തിന് തുടക്കമിടാത്തതാണ് നല്ലത്. പക്ഷേ എന്തായാലും തുടക്കമിട്ടല്ലോ ദേവയാനി. ആലികെട്ടിൻ്റെ സമയത്ത് തന്നെ ജയേട്ടൻ്റെ പുന്നാര മരുമോള്. ജയ, നിനക്കറിയാലോ, ആദർശിൻ്റെ അസുഖങ്ങൾ കാരണം രണ്ടാമതൊരു കുട്ടിയെ ഇവൾ വേണ്ടാന്ന് വെച്ചത്. ആ സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനേന്ന്. എന്നാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെയാ മകളെപ്പോലെ ഒരു മരുമകളെ എനിക്ക് തന്നത്. എന്നാൽ അവളുടെ മഹത്വം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യ. അപ്പം തന്നെ ദേവയാനി, അവളെനിക്ക് മകളല്ല, മാരണ. പക്ഷേ ഇപ്പം കയറി വരാൻ പോകുന്ന അനാമിക മോള എൻ്റെ മകളും മരുമകളും ഒക്കെ. അപ്പം അനിയുടെ അച്ഛൻ പറയാണ്, അങ്ങനെ ഏട്ടത്തി പറഞ്ഞാലും സത്യം അതല്ലല്ലോ ഏട്ടത്തി. അപ്പോൾ ജാനകി, ഏട്ടത്തി വെറുത്തപ്പോഴും നയനയെ കൈവെള്ളയിൽ കൊണ്ടു നടന്നവളാണ് ഞാൻ. പക്ഷേ അവളാൾ ശരിയല്ല. ദേവയാനി, കേട്ടല്ലോ പറഞ്ഞത്.
ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ തിരിച്ചറിയാം. നിങ്ങൾ ആണുങ്ങളാ മണ്ടന്മാർ. അതും പറഞ്ഞ് ദേവയാനിയും ജാനകിയും അവിടെ നിന്ന് പോയി. അപ്പോൾ ഇളയച്ചൻ പറയാണ്, എടാ ആദർശ് മോനെ, ഇതൊക്കെ കേട്ടിട്ട് നീ നയനമോളെ ഇനി വീണ്ടും വെറുക്കരുതേ. അപ്പോൾ ആദർശ് പറയാണ്, എൻ്റെ വെറുപ്പ് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ തുടങ്ങിയതാ. പക്ഷേ എന്നാലിപ്പോൾ അവളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നേന നമ്മുടെ തറവാട്ടിലേക്ക് വന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി അതുകൊണ്ട് ആര് വന്നാലും പോയാലും നീ നിൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തിക്കൊള്ളണം. അവൻ്റെ അച്ഛൻ പറയാം, നിൻ്റെ അമ്മയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ ഭാര്യയുടെ കാര്യം നോക്കി മുന്നോട്ട് പോയാൽ മതി. അച്ഛൻ്റെ വാക്ക് കേട്ട് ആദർശിന് നല്ല സന്തോഷം തോന്നി. ആദർശ് വന്നിട്ട് സ്വാമിയോട് ചോദിക്കുകയാണ്, സ്വാമി പോവാണോ? മോനെ, മോൻ്റെ മുത്തശ്ശി എന്നെ കാണാൻ വന്നിരുന്നു, നീൻ്റെയും ആ പെൺകുട്ടിയുടെയും ജാതകവുമായിട്ട്. അന്ന് ഞാൻ മുത്തശ്ശിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെയാ ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നേ. സത്യം പറഞ്ഞാൽ അതിന് ഇടയ്ക്ക് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ അങ്ങ് മറന്നു. ഇന്ന് രാവിലെ ഞാനൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അയാളാണ് പറഞ്ഞത് അനന്തപുരി തറവാട്ടിലെ കല്യാണത്തെപ്പറ്റി. അത് കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അന്ന് മുത്തശ്ശിയോട് കാര്യകാരണം സഹിതം ഞാൻ പറഞ്ഞപ്പോൾ ഈ കല്യാണം പിന്നെ ഉപേക്ഷിച്ച് കാണും എന്നാ കരുതിയത്. സ്വാമി എന്താ അങ്ങനെ പറഞ്ഞത്? മോൻ്റെ അനിയൻ്റെയും പെൺകുട്ടിയുടെയും ജാതകപ്രകാരം അവർ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. അത് കേട്ട് ആദർശ് ഞെട്ടാണ്. ഇനി അങ്ങനെ ഒന്നിച്ചാൽ തന്നെ അധികം താമസിയാതെ അവർ വേർപിരിയും. മോൻ്റെ അനിയന് പ്രകാരം 2 വിവാഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ദോഷമായിട്ട് തന്നെ നിൽക്കുക. അങ്ങനെ ഒരു ദോഷമുള്ളപ്പോൾ അതേ ജാതകക്കാരിയായിട്ടുള്ള ഒരാളെ കൊണ്ട് വേണമായിരുന്നു അവൻ്റെ വിവാഹം കഴിപ്പിക്കാൻ. വേർപിരിയൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഇനി ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഏതായാലും കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ സ്വാമി, ഇതിന് പരിഹാരമൊന്നുമില്ലേ? ഇവിടെ വാഴക്കല്യാണം നടത്തിയെന്ന് പറഞ്ഞല്ലോ. അതെ, അങ്ങനൊരു പരിഹാരം ചെയ്തിരുന്നു. അമ്പലത്തിലെ പൂജാരിയെ കണ്ടപ്പോൾ അതിന് ഞാൻ ശരിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അയാൾ എന്തിനാണ് അങ്ങനെ തെറ്റായ ഒരു ഉപദേശം കൊടുത്തത്? വാഴക്കല്യാണോ ഇടക്കെട്ടോ ഒന്നും ഈ കാരണത്തിന് ശാശ്വതം അല്ല. ഒരു പൊരുത്തം നോക്കാതെയാണ് മോനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നാൽ ആ മുഹൂർത്തം രാജകീയ സമയമായിരുന്നു. അതുകൊണ്ടെന്താ, പിന്നീട് നിങ്ങളുടെ ജാതകം നോക്കിയപ്പോൾ അതും ഉത്തമമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ അനിയന് സ്വസ്ഥത കിട്ടില്ല. സ്വാമി, എല്ലാത്തിനും മുകളിലേ മനപ്പൊരുത്തം. 100% ഉണ്ട്. പക്ഷേ മനപ്പൊരുത്തം ഉണ്ടാവണമെങ്കിൽ രാശിപ്പൊരുത്തം വേണം. ഇവിടെ അതില്ല മോനെ. കുറച്ചു കാലം അവരിങ്ങനെ അങ്ങനെയൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ മനപ്പൊരുത്തവും എല്ലാ പൊരുത്തവും അങ്ങ് പോവും. ഞാൻ മോൻ്റെ മുത്തശ്ശിയോട് ഇതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മോൻ്റെ മുത്തശ്ശനെ അറിയിക്കാത്തതാണ് ഇതിനൊക്കെ കാരണം. അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കല്യാണം നടത്തത്തില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പോലും കല്യാണം ഒഴിവാകാനുള്ള സാധ്യത ഉണ്ടായതാ സ്വാമി. എന്നിട്ടും അത് ഒഴിവായില്ല. അല്ല, മോൻ്റെ അനിയന് ആരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ? സ്വാമി എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്ങനെ ഒരു ശക്തമായ പ്രണയം ജാതകം സൂചിപ്പിച്ചിരുന്നു. ഇനിയിപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അനിയൻ പ്രണയിച്ച പെണ്ണിനെ തന്നെ ചിലപ്പം കെട്ടേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ ദോഷങ്ങൾ തീരാൻ ഇടയ്ക്ക് ഇവൾ വന്നത്. ശരി മോനെ, ഞാൻ പോകുന്നു. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും പോയി തുടങ്ങി. അതിനുശേഷം അനി അവിടെ സ്വസ്ഥമായിട്ട് വരികയാണ് ഒരു സ്ഥലത്ത്. അപ്പോഴേക്കും അവിടേക്കും ആദർശം എത്തി. ഏട്ടാ, നീ ഇതാരെയാ നോക്കുന്നേ? അല്ല ഏട്ടാ, താലികെട്ട് സമയത്ത് പോലും നന്ദുവിനെ കണ്ടില്ലല്ലോ. ഇനി നീ നന്ദുവിൻ്റെ കാര്യങ്ങളല്ല നോക്കേണ്ടത്, അനാമികയുടെ കാര്യങ്ങളാണ്. അത് അവളെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി അവൾ എങ്ങോട്ടെങ്കിലും പോയോ എന്ന് അറിയില്ല. അങ്ങനെയൊന്നും ആവില്ല. അവൾ നമുക്കൊപ്പം ഇവിടെ വന്നിരുന്നല്ലോ. ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയത് അവൾക്ക് കണ്ടു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നോട് ഇഷ്ടമാണെന്ന് അവൾക്ക് പറയായിരുന്നു. അനി, നിന്റെ വിവാഹം കഴിഞ്ഞു, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പുരോഹിതൻ പറഞ്ഞതുപോലെയൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. എൻ്റെ ജീവിതം തീർന്നു ഏട്ടാ. എന്താടാ നീ പറയുന്നത്? നിന്റെ ജീവിതം തുടങ്ങുക. എടാ, നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ട് കൂടെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ 3 ബ്രാഞ്ചാണ് ഏൽപ്പിക്കുന്നത്. നിനക്ക് പിന്നെ നിന്ന് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പിന്നെ നീ ഓഫീസിൽ പോകുമ്പോൾ അനാമികയെ കൂട്ടിക്കൊണ്ടുപോയിക്കോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. എൻ്റെ 2 ഏട്ടത്തിമാരും വീട്ടിലുള്ളതുപോലെ അവളും വീട്ടിൽ തന്നെ നിന്നാൽ മതി. ശരി, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. കല്യാണ സമയത്തുണ്ടായ ആ നിമിത്തം ഏട്ടൻ കണ്ടതല്ലേ? താലിയാണ് നിലത്ത് വീണത്. ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ നന്നായി മുറുക്കി കെട്ടിയ താലിയാ. അത് എങ്ങനെ വീണെന്ന് എനിക്കറിയില്ല. ഞാനേ അത് കുറച്ചുകൂടി മുറുക്കി കെട്ടി എന്നാ പറഞ്ഞത്.
ഇനി അവളത് മനഃപൂർവ്വം അഴിച്ചു വെച്ചു എന്നായിരിക്കും എല്ലാവരും പറയുന്നത്. ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവരുടെയൊക്കെ നന്മ നമ്മുടെ വീട്ടിൽ പലർക്കും മനസ്സിലാവുന്നില്ല. ചില നേരത്ത് ഏട്ടനും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് മോള് ഐസിയിൽ തന്നെയല്ലോ ഗോവിന്ദേട്ടാ. ഇനിയിപ്പം മോളെ ഗോവിന്ദേട്ടൻ ഒന്നും പറയണ്ട. മക്കളെ വഴക്ക് പറയാതെ ഗോവിന്ദേട്ടൻ ഓരോന്ന് പറഞ്ഞതൊക്കെ പാവം അവൾക്ക് വലിയ വിഷമമായിട്ടുണ്ടാവും. അതുകൊണ്ടാണോ അവൾ ഇത് ചെയ്തത്? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് അനിമോനെ. അപ്പോഴാണ് മൂർത്തി സാർ അങ്ങോട്ട് വന്നത്. അപ്പോൾ നന്ദുവിൻ്റെ അച്ഛൻ പറയാണ്, ദേ മൂർത്തി സാർ വരുന്നു. സാറേ? അപ്പം മൂർത്തി സാർ ചോദിക്കാണ്, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ കല്യാണത്തിന് പോയില്ലേ? കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് സാറേ ഞങ്ങൾ വരുന്നത്. ഓ, ഇവിടെ ആരാ കിടക്കുന്നേ? മോളാണ് സാറേ. മോൾക്ക് എന്താ പറ്റിയേ? ഒന്ന് തലചുറ്റി വീണ് സാർ. കല്യാണ സ്ഥലത്ത് വെച്ചോ? അല്ല, അത് പിന്നെ പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയത്, അപ്പോഴാണ് അവൾ വീണത്. ഞങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. കനക കരഞ്ഞുകൊണ്ട് പറയാം. നന്ദുവിൻ്റെ കൂട്ടുകാരാ മോളെ ഇവിടെ എത്തിച്ചത്. അത് ശരി. അല്ല, അതിന് പിന്നെ എന്തിനാ ഐസിയിൽ കയറ്റിയത്? ഏറ്റവും കൂടുതലാണോ? ശ്വാസം കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു സാർ. ഞാൻ ഇന്ന് ഐസിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് കല്യാണത്തിന് വരണമെന്ന് ഒരുപാട് വാശി പിടിച്ചു. പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല. എനിക്കും കുറച്ച് ശ്വാസതടസ്സമൊക്കെ ഉണ്ടേ. താലികെട്ട് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? അതെ സാർ. ആദ്യം ആദർശൻ നയനയാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അവർ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. എന്നിട്ട് അവർ എന്നെ വന്ന് കണ്ടില്ലല്ലോ. അതിപ്പോൾ സാറ് വിഷമിക്കണ്ടെന്ന് കരുതി അവർ അങ്ങനെ തന്നെ തിരിച്ചു വന്നതായിരിക്കും. എങ്കിലും അറിയേണ്ട വിവരം ഞാൻ അറിയണ്ടേ? പ്രത്യേകിച്ചും ഞാനിവിടെ കിടക്കുമ്പോൾ. എനിക്കൊരസുഖം വന്നു എന്ന് കരുതി എന്നോട് പലതും പറയാറില്ല കുട്ടികളൊന്നും. കല്യാണമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കല്യാണം നടക്കുന്നത് വരെ അവന് ഒരു താല്പര്യമില്ലായിരുന്നു. അതാ എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, വന്നിട്ട് ഡോക്ടറെ കണ്ടിരുന്നോ? അതെ സാർ. പേടിക്കാനൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ എൻ്റെ റൂം നമ്പർ 201. ഇടയ്ക്ക് വിവരം അറിയുമ്പോൾ എന്നെ വന്ന് പറയണം. ഞാൻ ഡോക്ടറോട് തിരക്കാം. എന്നാൽ പോവാം. നടന്ന കാര്യങ്ങൾ മുത്തശ്ശനോട് പറയരുത് എന്നല്ലേ ആദർശമോൻ പറഞ്ഞത്? നന്ദുവിൻ്റെ അച്ഛൻ അമ്മയോട് ചോദിക്കുക. അദ്ദേഹത്തെ കൂടി എന്തിനാ വിഷമിപ്പിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ആകെ ഒരു ആശ്വാസമായിട്ടുള്ളത് ഈ പോയ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. പിന്നെ കാണിക്കുന്നത് അനാമികയെയും അച്ഛനെയും അമ്മയെയാണ്. അപ്പോൾ അച്ഛൻ മോളോട് പറയാണ്, മോളെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇന്ന് ആരുടെയോ ഭാഗ്യത്തിനാ താലികെട്ട് നടന്നത്. എല്ലാം മംഗളമായി നടന്ന സ്ഥിതിക്ക് ഇനി പടിപടിയായി നീ അച്ഛൻ്റെ കടങ്ങളൊക്കെ തീർത്തു തരണം. എവിടെയെങ്കിലും ഒരു 10-15 സെൻറ്റ് സ്ഥലം വാങ്ങി നല്ല വീട് വെക്കണം. കടത്തിൽ മുങ്ങിയപ്പോൾ പരിഹസിച്ചവരുടെ മുന്നിൽ വെച്ച് നല്ല തല ഉയർത്തി ജീവിക്കണം. അപ്പോൾ അമ്മ പറയാണ്, മോക്കറിയാലോ, അസൂയക്കാർ പലരെ ഒഴിവാക്കിയിട്ടാണ് ഈ കല്യാണം നടത്തിയത്. നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മുടെ കൂടെ നിന്നവരെ മാത്രമേ നമ്മൾ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ. അല്ലാത്തവരെ കുറിച്ച് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പയ്യനോടും പയ്യൻ്റെ ആൾക്കാരൊക്കെ നമ്മുടെ ബാധ്യതയെക്കുറിച്ചായിരിക്കും പിന്നെ പറയുന്നത്. അപ്പോൾ അനാമിക പറയാണ്, ദേ അനിയുടെ അമ്മയും വല്യമ്മയും വരുന്നുണ്ട്. അനിയുടെ അമ്മ പറയാണ്, ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോകാൻ സമയമായി. ഇന്ന് മുതൽ മോള് അനന്തപുരിയിലെ കുട്ടിയാ. പിന്നെ മോളെ പിരിയാൻ വിഷമാണെങ്കിൽ നാളെ വരുമ്പോൾ രണ്ടുപേരും കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ നോക്ക്. അത് ശരിയല്ലല്ലോ, അനാമികയുടെ അച്ഛൻ പറയാണ്. അപ്പോൾ ദേവയാനി, നാട്ടു നടപ്പൊന്നും നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ആരാ അതൊക്കെ നോക്കുന്നേ? ഒറ്റ മോളെ വിട്ട് പിരിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കുന്നവരാ. നമ്മുടെ മക്കളെ വിവാഹ ജീവിതത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും ഓരോരോ സങ്കല്പങ്ങളായിരിക്കും. ഇവിടെ അനന്തപുരി തറവാടിൻ്റെ അന്തസ്സിനനുസരിച്ച് കയറി വന്ന മോളാണ് അനാമിക. ആ ഒരു സ്നേഹം എല്ലാ ഭാഗത്തു നിന്നും മോൾക്കുണ്ടായിരിക്കും. അതൊക്കെ അറിയാം. എങ്കിലും യാത്ര പറയുമ്പോൾ ചങ്ക് നിലയ്ക്കുന്ന പോലെ ഒരു തോന്നലാ അനാമികയുടെ അമ്മ പറയാം. ഇറങ്ങാൻ നേരം നീ ഓരോന്നും പറഞ്ഞ് മോളെ കരയിപ്പിക്കല്ലേ രേവതി. ഇറങ്ങാൻ നേരം നമുക്ക് മോളെ കൈപിടിച്ച് കയറ്റുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. ഇറങ്ങാൻ നേരായി. എന്നാൽ അവളുണ്ടല്ലോ, എൻ്റെ മരുമോള്, അവൾ വീടിനകത്ത് കയറിയ ദിവസം ആ വീട് മരണ വീടായി. അത് കേട്ട് അനാമികയുടെ അമ്മയും അച്ഛനും അനാമികയെ തന്നെ നോക്കുകയാണ്. എന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ്റെ അടുത്ത് നേഴ്സും ഡോക്ടറും വന്നിട്ടാണുള്ളത്. ഈ ഇഞ്ചക്ഷൻ ഒഴിവാക്കി മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ? പെട്ടെന്ന് രോഗം മാറണ്ടേ സാറേ? ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? നന്ദുവിന് ഇപ്പോൾ കുഴപ്പമില്ല സാർ. ആ കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്ദു വീണ്ടും അനി പറഞ്ഞതും അനി ചെയ്തതും ഒക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. നന്ദുവിന് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചൊരു ബോധം വന്ന സമയത്തും ഇത് തന്നെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും തന്നെ സങ്കടമാകാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.